ഇന്ന് നമ്മൾ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും വയനാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് വയനാട്ടിലെ നിലവിലെ MLA IC ബാലകൃഷ്ണനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു വർഷം മുമ്പാണ് വയനാട്ടിലെ DCC ട്രഷററായ MN വിജയൻ ഭിന്നശേഷിക്കാരനായ മകനെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ആരാണ് അതിന് കാരണക്കാരെന്ന്. അത് മറ്റാരുമല്ല, IC ബാലകൃഷ്ണനാണ്. അതായത് സഹകരണ ബാങ്കുകളിലേക്ക് നിയമനം നടത്താമെന്ന പേരിൽ പണം പിരിക്കുകയും ആ പണം കൈവശപ്പെടുത്തുകയും അതിനുശേഷം നിയമനം നടത്താതിരിക്കുകയും പിന്നെ നിയമനം നടത്താൻ വേണ്ടി പൈസ വാങ്ങിയ ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുകയും പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. എന്നിട്ടും IC ബാലകൃഷ്ണനെ അവിടുത്തെ ജനങ്ങൾ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ IC ബാലകൃഷ്ണന് പകരം അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവോ കമ്മ്യൂണിസ്റ്റ് MLA ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഓമനക്കുട്ടന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. സഖാവ് ഓമനക്കുട്ടനെ ഇവർ ഏതൊക്കെ രീതിയിലാണ് ആക്രമിച്ചതെന്നും. രണ്ടാമത് എനിക്ക് സംസാരിക്കാനുള്ളത് കൽപ്പറ്റയെ കുറിച്ചാണ്. കൽപ്പറ്റയിലെ ജനങ്ങൾ, അതായത് ചൂരൽമല, മുണ്ടക്കയം, അവിടെയാണല്ലോ ദുരന്തം സംഭവിച്ചത്. അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ മനോഹരമായ ഒരു ടൗൺഷിപ്പ്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ MLA ആയിരുന്ന T സിദ്ദിഖ് വെറും 4,000 അല്ലെങ്കിൽ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം T സിദ്ദിഖിനെ അവർ 45,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. എന്ത് ചെയ്തിട്ട്? എന്തെങ്കിലും ചെയ്തോ കോൺഗ്രസ്? വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ആപ്പുണ്ടാക്കി പൈസ പിരിച്ചു, ആ പൈസ പൊട്ടടിച്ചു. പിരിച്ച കാശിന്റെ കണക്ക് പോലും ഇവരുടെ കയ്യിലില്ല. ആ ജനങ്ങളെ ഇവർ വഞ്ചിക്കുകയല്ലേ ചെയ്ത്. എന്നിട്ടും ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തു. മൂന്നാമതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് തുരങ്കപാതയെ കുറിച്ചാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചത്. വയനാട്ടിലെ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനും മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുവാനും വേണ്ടി ഈ തുരങ്കപാത അവർക്ക് സഹായകരമാണ്. എന്നാൽ ഈ തുരങ്കപാത നിർമ്മാണത്തെക്കുറിച്ച് VD സതീശൻ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഇതിനെ എല്ലാത്തിനെയും ഞങ്ങൾ എതിർക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച LDF സർക്കാരിനെ ജനങ്ങൾ തന്നെ താഴെ. ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാത്ത കോൺഗ്രസിനെ വീണ്ടും ജനങ്ങൾ ജയിപ്പിക്കുന്നു.